അമ്മാമ്മ എന്തോ അമ്മാമ്മ ഇന്ന് ഉണ്ടാക്കുന്നേ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാത്രയപ്പമാണ്. പാത്രയപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? വട്ടയപ്പം അല്ലേ കേട്ടിട്ടുള്ളൂ. അതിനകത്ത് ഇതാ കരിപ്പൊട്ടി ഉരുക്കിയത്, അരിമാവ്, കൊച്ചു ജീരകവും ഏലക്കയും, അതിൻ്റെ അകത്ത് ഏലക്കാത്തരിയും ഉണ്ട്, കൊച്ചു ജീരകവും ഉണ്ട്, നല്ല ടേസ്റ്റ് കിട്ടാനാണ്. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി നമ്മൾ ഈ കരിപ്പൊട്ടി ഉരുക്കിയത് ഒത്തിരി വെള്ളം പോലെ ഞാൻ ഉരുക്കിയില്ല, കാര്യം കട്ടിയിൽ തന്നെ വേണം. പാത്രയപ്പത്തിന് ഇച്ചിരി കട്ടിയായിട്ടാണ് വേണ്ടത്. ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഉരുക്കിയെടുത്തതിനെ നമ്മൾ ഈ അരിമാവിലോട്ടാണ് ചേർക്കേണ്ടത്. അരിമാവിൻ്റെ അകത്ത് സ്വല്പം തേങ്ങാപ്പാലും ഉണ്ട്, അരിയും കൂടാണ്. അരിപ്പൊടി കലക്കിയതിൻ്റെ അകത്ത് തേങ്ങാപ്പാലും അരിപ്പൊടിയും ഉപ്പും കൂടാണ്. അതിലോട്ട് ഞാൻ ഇത് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നോക്ക്, ഈ കരിപ്പൊട്ടി ഉരുക്കിയത് അരിമാവിലോട്ട് ഞാൻ കൊടുക്കുന്നു. അത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ. അപ്പോൾ അതിനുള്ള ബാറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, കരിപ്പട്ടി ഉരുക്കിയത് അരിമാവിലോട്ടിട്ട്. ഇനി അത് നമുക്ക് കൈ കൊണ്ടൊന്ന് ശക്തമായിട്ട് ഇളക്കിയാലേ ശരിയാകത്തുള്ളൂ. യോജിപ്പിച്ച് പിടിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിക്കുക. കണ്ടോ, മറ്റു ജോലിയൊന്നുമില്ല. ആ അരിമാവും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത്, അരിമാവിലെ തേങ്ങ അരച്ചതാണേ, തേങ്ങ അരച്ചത്. കണ്ടല്ലോ, നല്ല ടേസ്റ്റായിരിക്കും. കരിപ്പട്ടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയതാണ്. പണ്ടത്തെ കാലത്തെ ഒരു പലഹാരമാണ് ഇത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് പുഴുങ്ങാൻ പോകുന്നത്. വട്ടയപ്പം പുഴുങ്ങുന്ന കണക്ക് തന്നെ, അത് തന്നെ മാതൃക. ഇനി നമ്മൾ ആ സ്റ്റീൽ പ്ലേറ്റിൽ സ്വല്പം നെയ്യ് തൂത്തിട്ടുണ്ട്. ആ നെയ്യാണ് തൂത്തേക്കുന്നത്. ഞാൻ കൈവച്ച് തന്നെയാണ് നെയ്യ് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇളകി വരാനാണ്. ഇനി നമുക്ക് കൊച്ചു ജീരകവും ഏലക്കയും അതിൽ ഇടാം. എല്ലാം കൂടെ ഒന്ന് ചേർത്തിളക്കിയിട്ട് ആ ബാറ്ററാണ് നമ്മൾ പാത്രയപ്പത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പാത്രത്തിൽ ചെയ്യുന്നതുകൊണ്ട് പണ്ടുള്ളവർ പറഞ്ഞതാണ് ഇത് പാത്രയപ്പമെന്ന്. അതിനാണ് ഇതിന് പാത്രയപ്പം എന്ന് പേര്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ അപ്പം ചുട്ട് കഴിയുമ്പോൾ ഒരു പാത്രയപ്പവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിത്തരും. അത് 4 മണിക്ക് എടുക്കും, അപ്പം രാവിലെ എടുക്കും. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. ബേക്കറി സാധനങ്ങളൊന്നും അന്നില്ല, ബേക്കറി പലഹാരങ്ങളൊന്നും അന്ന് മേടിച്ച് തരുത്തുമില്ല, അന്ന് ഞങ്ങളുടെയൊക്കെ കാലത്തില്ല. ഇനി ഇത് അപ്പച്ചെമ്പ് അടപ്പയും ഞാൻ വെള്ളമിട്ട് വെച്ചിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. അതിലോട്ട് വയ്ക്കുകയാണ്. അപ്പച്ചെമ്പിലോട്ട് വെച്ചു. ഉണ്ടല്ലോ, ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും വേണം. തൽക്കാലം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം, തീ കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫ്ലെയിമാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറക്കാം. അതെന്തിനാന്ന് അന്നേരം പറയാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ജീരകവും ഏലക്കാത്തരിയും എല്ലാം കൂടാണ് നിൽക്കുന്നത്. അതൊക്കെ ഒരു ടേസ്റ്റാണ് ചവയ്ക്കാൻ നേരം. അടച്ചു വെച്ച് ഇനി നമുക്ക് 2 മിനിറ്റിന് ശേഷം അതിനെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, ഏകദേശം ഇത്രയും നല്ല സ്റ്റീം വന്നുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, നല്ല സ്റ്റീം വന്നുകൊണ്ടിരിക്കും. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഉണ്ടോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ വേവിക്കാം. നന്നായിട്ട് വേവട്ടെ. ആവിയിൽ വേകുമ്പോഴാണ്, അപ്പച്ചമ്പല്ലേ, നല്ല ആവി കിട്ടും, വേവട്ടെ. നമുക്ക് നോക്കാം. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. അത് പൊങ്ങി വെന്തതിൻ്റെ ലക്ഷണമാണ്. അത് പൊങ്ങി നിൽക്കുന്ന കണ്ടോ, വെന്ത് നന്നായി വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നമുക്ക് തീ കൊളുത്തി, തീ ഞാൻ കെടുത്തി. കണ്ടല്ലോ, സംഗതി നന്നായി വെന്തിട്ടുണ്ട്. നല്ല പരുവവും സെറ്റപ്പുമായി ഇരിക്കുന്നുണ്ട്. കാണാൻ എന്ത് രസമുണ്ട്. വട്ടയപ്പത്തിൻ്റെ മാതിരിയാണെങ്കിലും ഇതാണെങ്കിൽ വട്ടയപ്പത്തേക്കാട്ടി ടേസ്റ്റാണ്. ഇതൊരു കഷ്ണവും ഒരു ചായയും 4 മണിക്ക് കൊടുത്താൽ കൊച്ചുങ്ങൾ ഹാപ്പിയാണ്. പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരുന്നത്. അല്ലാതെ 4 മണി പലഹാരമൊന്നും പറഞ്ഞൊരു പലഹാരം ഞങ്ങളുടെയൊക്കെ നാട്ടിലില്ല. അപ്പം ഉണ്ടാക്കുന്ന ദിവസം ഇതേപോലെ പാത്രയപ്പവും പ്രതീക്ഷിച്ചോണം. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അത് അമ്മമാരുടെ ഒരു പ്രത്യേക കരുതലാണ്.
പണ്ട് ഇലയപ്പം, തെരളി, പാത്രയപ്പം ഇതൊക്കെയാണ് പ്രായമാകുന്ന പെമ്മക്കൾക്ക് ആദ്യം അമ്മമാർ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതാ എടുത്ത് വെച്ച് കണ്ടല്ലോ. ഇനി അത് നമുക്ക് ഉടനെ അത് ഇളക്കണ്ട. നമുക്ക് അതിൽ നിന്ന് സ്വല്പം കട്ട് ചെയ്ത് അങ്ങനെയാണ് ഇളക്കേണ്ടത്. ഇതാ കണ്ടോ, ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ ഇങ്ങനെ 4 അരുവിനും പിടിക്കാമെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാം. നമുക്ക് ധൃതി കൂട്ടണ്ട. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് എടുക്കാൻ നോക്കാം. അതല്ലേ നല്ലത്. ഉടനെ നമുക്കത് വലിച്ചിളക്കണ്ട. അങ്ങനെയാണ് ഇളക്കേണ്ടത്. കത്തി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ദേ നമ്മുടെ കണ്ടോ, കള്ളപ്പം എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ് ഇതും നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നന്നായി കട്ട് ചെയ്ത് നല്ലോണം ഇളകി വരും. നല്ല ഞൊങ്ങ് പോലെ ഇരിക്കുന്നു. കണ്ടോ? എന്ത് രസമായിരിക്കുന്നു കാണാൻ. ഇതേപോലെ നിങ്ങളും ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് സമയമുള്ളപ്പോഴൊക്കെ കൊടുക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ലൈവിലെല്ലാവരും വരണം. 4 മണി പലഹാരമായിട്ട് മക്കൾക്ക് ഇത് ചെയ്തു കൊടുക്കണം. സന്തോഷത്തോട് മക്കൾ ഇതെല്ലാം കഴിക്കും. വീട്ടിലുള്ള ആമക്കൾക്കും പെമ്മക്കൾക്കും കടപ്പലഹാരം മേടിക്കാതെ ഇത് ചെയ്തു കൊടുക്കുക. കഴിച്ചിട്ട് എന്ത് ടേസ്റ്റ്, സൂപ്പറായിരിക്കുന്നു. കണ്ടില്ലേ, ഞാനൊരു കഷ്ണം കഴിച്ചു, സൂപ്പറായിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കണം. എൻ്റെ ലൈവിൽ വരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം. വല്ലപ്പോഴുമൊക്കെ നമ്മൾ അപ്പം ചുടുമല്ലോ. അപ്പം ചുടുമ്പോൾ ഇച്ചിരി മാവെടുത്ത് വെച്ച് ഇച്ചിരി കരിപ്പൊട്ടിയുമായിട്ട് കൊച്ചുമക്കളുള്ള വീട്ടിൽ ഇത് നല്ലതാണ്. ഒരു കഷ്ണം എടുത്ത് കൊടുത്താൽ അവരതിൽ ഹാപ്പിയാണ്. പള്ളിക്കൂടം പിള്ളേർക്ക് ഹാപ്പി. വീട്ടിലാരെങ്കിലും വിശേഷം വന്നാലും ഒരു കഷ്ണം എടുത്ത് കൊടുക്കാം. 4 മണിക്കൊന്നുമില്ലേന്നും പറഞ്ഞ് മഴയത്താരും വിഷമിക്കണ്ട. മഴ വരുമ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യണം. ഒരിക്കലും കടകളിൽ സാധനം മേടിക്കാൻ പോകേണ്ട കാര്യമില്ല. ബൈ മക്കളെ, ചക്കര ഉമ്മ.